ഹലോ ഡിയർ ഫ്രണ്ട്സ്, ചോയ്സ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷുഗർ കെയിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറാണ് കേട്ടോ. നല്ലൊരു പിങ്കാണ്, ലൈറ്റ് പിങ്ക്. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറംവശമാണ് കേട്ടോ. ആ ഒരു ലൈൻസ് പോലെ വരുന്ന അതിൻ്റെ ഒറിജിനൽ സൈഡ് ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെ ആ ഒരു വീവിങ്ങിൻ്റെ ആ ഒരു പാട് കണ്ടില്ലേ, ആ വീവിങ്ങിൻ്റെ അടയാളം അതങ്ങനെ നിൽക്കുന്നതാണ് ഉൾവശം. ഇത് പുറംവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്, നല്ല ലൈറ്റ് റോസ് കളറിൽ വരുന്നു ഫസ്റ്റ് വൺ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു റെഡ് വുഡ് കളറാണ് കേട്ടോ. റെഡ് വുഡിൻ്റെയൊക്കെ ഒരു കളർ, ഒരു ലൈറ്റ് ബ്രിക്ക് ഷെയ്ഡിലേക്കൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്നു കളറ്. അപ്പം നല്ലൊരു കളറാണ്, ഒരു റെയർ കളറാണ് കേട്ടോ. ഒരു ചിക്കു ഒക്കെ പോലെ, ചിക്കു അല്ല, ചിക്കു വിത്ത് ഒരു റെഡ് കളറും കൂടെ ചേർന്ന് വരുമ്പോൾ വരുന്ന ഒരു കോമ്പിനേഷൻ. ഇങ്ങനെ വരുന്നു കളർ. ഇതാണ് കേട്ടോ ഒറിജിനൽ കളർ. ഇങ്ങനെയാണ്. മടക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ക്ലോത്തിൻ്റെ കറക്റ്റ് കളർ കിട്ടും. ഇനി അടുത്തത് നല്ലൊരു വൈറ്റ് കളറാണ്, പ്യുവർ വൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് വന്നിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, അതിനു മുമ്പ് തന്നെ തീർന്നു പോയി. അപ്പോൾ പാൻറ്റിനൊക്കെ ആണെങ്കിലും നല്ലതാണ്, നല്ല ലാസ്റ്റ് ചെയ്യും കേട്ടോ ബോട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു ഗിവ് അവേ നൽകുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, ലാസ്റ്റ് പറയാം കേട്ടോ ഗിവ് അവേയെക്കുറിച്ച്. ഇനി അടുത്തത് മെറൂൺ കളറാണ്. പക്ഷേ മെറൂൺ നമുക്കൊരു റെഡ് കളറിൽ തോന്നുന്നു അല്ലേ. നമുക്കിതിനെ ഒരു വൈറ്റ് കളർ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെക്കാം. കണ്ടോ, എന്നിട്ടും അതിൻ്റെ കറക്റ്റ് കളർ വരുന്നില്ല. മെറൂൺ ഹക്കോബ എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ, റെഡായിട്ട് തോന്നാറുണ്ട്. ഇത് അതിൻ്റെ പുറംവശമാണ് വരുന്നത് കേട്ടോ, ഒറിജിനൽ സൈഡാണ്. പക്ഷേ ഇതൊരു റെഡിഷ് മെറൂണാണ്, റെഡല്ല മെറൂണാണ്, ഡാർക്ക് മെറൂൺ അല്ല, റെഡിഷ് മെറൂണാണ് കേട്ടോ. അപ്പോൾ ടോപ്പൊക്കെ അടിക്കണമെങ്കിൽ നല്ല ക്ലോത്താണ്. പ്ലെയിൻ ടോപ്പൊക്കെ അടിച്ച് നമുക്ക് ടോപ്പ് ബോട്ടം ഇതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. ഒരു ലേസ് വർക്കൊക്കെ കൊടുത്താൽ മതി, നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നു. അടുത്തത് ഈ ഒരു കളറാണ്. ഇത് ഐസ് ബ്ലൂ ആണ് കേട്ടോ, ഐസ് ബ്ലൂ കളറാണ്. നമ്മുടെ ഐസ് ബ്ലൂ ജീൻസിൻ്റെയൊക്കെ കളറില്ല, ആ ഒരു കളറിലാണ് വരുന്നത്. അതും കണ്ടോ, എപ്പോഴൊക്കെയോ നമുക്ക് കറക്റ്റ് കളർ തോന്നുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഇല്ല. അതാണ് ഒരു പ്രശ്നം. നമ്മൾ പ്ലെയിൻ ക്ലോത്തിൻ്റെ വീഡിയോ കൂടുതലും ഞാൻ എടുക്കാത്ത ഒരു പ്രശ്നം അതാണ്. ജോർജറ്റൊക്കെ പ്ലെയിൻ എടുക്കാറേ ഇല്ല അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഏതാണ്ട് കളറ് കറക്റ്റാണ് കേട്ടോ, ആ ഒരു ഐസ് ബ്ലൂ ആയിട്ടൊക്കെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതതിൻ്റെ പുറംവശമാണ്, ഒറിജിനൽ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളറ് കാണാം. നെക്സ്റ്റ് കളർ വരുന്നത് ബോട്ടിൽ ഗ്രീനാണ്, ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ. വീഡിയോയിൽ അത്രയും ഡാർക്ക്നെസ് തോന്നുന്നില്ല, കുറച്ചുകൂടെ ഡാർക്കാണ്. ഇപ്പോൾ ഇത് ഈ കാണുന്ന ആ ഒരു കളറൊക്കെയാണ് കേട്ടോ. കണ്ടോ, ചില സമയത്ത് നമുക്കതൊരു ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പം നമുക്ക് 2 പീസൊക്കെ അടിക്കാനായിട്ട് വളരെ നല്ലതാണ്. ലൈനിങ് ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിഫ്നെസ് കിട്ടാനാണ് നമ്മൾ ലൈനിങ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റെഡിമെയ്ഡ്സൊക്കെ വരുന്നതിന് ലൈനിങ് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നു. ഇനി അടുത്ത കളർ വരുന്നത് ഒനിയൻ പിങ്ക് ആണ്. ഇത് ഇന്നലെ കാണിച്ചിട്ട് അത്ര ക്ലിയർ ആയില്ല. ഇതാണ് കേട്ടോ കറക്റ്റ് കളറ്. ഇതിൻ്റെയും കളർ മാറി വരും നമ്മൾ വീഡിയോ എടുത്തെടുത്ത് വരുമ്പോൾ. കണ്ടത് ഇപ്പോൾ ഇതൊരു ലാവൻഡറിലേക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സൈഡ് ഇങ്ങനെയാണ്. ഇതിൻ്റെ മെയിൻ ഇത് ഉൾവശമാണ് ഈ കാണുന്നത്, ഒരു വീവിങ് വരുന്നത്. ഇതാണ് പുറംവശം. അപ്പോൾ ഇതിൻ്റെ പുറംവശത്ത്, അതായത് ഈ ഒരു ഒനിയൻ പിങ്കിൻ്റെ മാത്രമാണ് കേട്ടോ അങ്ങനെ വന്നിരിക്കുന്നത്. പുറംവശത്ത് ആ ഒരു സ്ട്രൈപ്പ് അങ്ങനെ വന്നിട്ടില്ല, സ്ട്രൈപ്പ് തെളിഞ്ഞിട്ടില്ല. ഉള്ളിൽ വീവിങ് ത്രെഡ് പോയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പുറത്ത് ആ സ്ട്രൈപ്പ് വന്നിട്ടില്ല. പക്ഷേ എന്നാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ക്ലോത്ത് ആ ഒരു പ്ലെയിനായിട്ട് ഇരുന്നിട്ട് തന്നെ ഒരു റിങ്കിൾ മാർക്ക് ഉണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു സ്ട്രൈപ്പ് വന്നില്ല എന്ന് മാത്രം. കണ്ടോ, ഉള്ളിലുണ്ട്, അതിൻ്റെ പുറത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ നല്ലതാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ക്ലോത്താണ്, സ്മൂത്ത് ആൻഡ് സോഫ്റ്റാണ്, തളർന്ന് കിടക്കുന്ന ടൈപ്പ് ക്ലോത്താണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇനി അടുത്ത കളർ വരുന്നത് നല്ല മിൻറ്റ് ഗ്രീനാണ് കേട്ടോ. മിൻറ്റ് ഗ്രീനിനെ വൈറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങ് പോരാ അല്ലേ. അപ്പോൾ നമുക്ക് ബ്ലാക്കിൻ്റെ മുകളിൽ വെച്ച് നോക്കാം.
ബ്ലാക്ക് ഇന്നലെ കാണിച്ചതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ക്ലോത്ത് വെക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് ബ്ലാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മിൻറ്റ് ഗ്രീൻ കളർ കേട്ടോ. നല്ല കളറാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റാണ് തോന്നുന്നത്, ഇത്രയും ലൈറ്റ് അല്ല, ഇച്ചിരി കൂടെ കളറുണ്ട്. നല്ലൊരു കളറാണ്. എനിക്ക് തോന്നുന്നു ഫ്രോക്കൊക്കെ അടിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. വെസ്റ്റേൺ ഫ്രോക്കൊക്കെ അടിക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അത്രയും ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളറാണ്. ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു നല്ലൊരു മിൻറ്റ് ഗ്രീൻ കളറ്. ഇനി അടുത്തത് നല്ലൊരു യെല്ലോ കളർ കേട്ടോ. നല്ലൊരു മഞ്ഞയാണ് കണ്ടോ. ആ മഞ്ഞയുടെ ഒരു ഭംഗിയുണ്ടോ, നല്ല അടിപൊളി ഒരു മഞ്ഞയാണ്, സൂപ്പർ കളറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇതും നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. കോട്ട് സെറ്റൊക്കെ അടിക്കാനും ഷർട്ട് അടിക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് ഹൽദി ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നു. ഭയങ്കര മഞ്ഞയല്ല, നമുക്കിഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാണ് കറക്റ്റ് കളറ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷുഗർ കെയിൻ്റെ കളേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയാൻ, ഈ വീഡിയോയും ഇതിനു മുമ്പ് ഷുഗർ കെയിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്കാണ് സമ്മാനം നൽകുന്നത്. അത് ഇതിൽ ഇഷ്ടപ്പെട്ട ക്ലോത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഷുഗർ കെയിനിൽ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ക്ലോത്തും തരുന്നതാണ്. 3 മീറ്റർ വരെ 3 മീറ്റർ വരെ നമുക്ക് അത്യാവശ്യം ഒരു ക്ലോത്ത് തയ്ക്കാനുള്ള ഒരളവായി. അപ്പോൾ 3 മീറ്റർ വരെ നൽകുന്നതാണ്. അപ്പോൾ ഒരു കമൻ്റൊക്കെ കൊടുത്തൊന്ന് പങ്കെടുക്കുക എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഉണ്ടാവണം. അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്മകൾ നേരുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു.